ആദ്യമായി തന്നെ ഒരു നന്ദി പറയാനാണ് എനിക്ക് ആഗ്രഹം. ഒന്നാമതായി ഈ നാടകം എഴുതിയതും നാടകത്തിന് മുൻപ് ഇതിന്റെ കഥാതന്തു എഴുതിയ ആൾക്കാർക്കും അതിനുശേഷം അതിന്റെ അവതരണ ചുമതല ഏറ്റെടുത്തവർക്കും പിന്നീട് അത് അവതരിപ്പിച്ച് അതിമനോഹരമാക്കിയവർക്കും ഞങ്ങൾ സമർപ്പിതരുടെ മുഴുവൻ നന്ദിയുണ്ട്. പീലാത്തോസ് കൈ കഴുകിയതുപോലെ ഫ്രാൻസിസ് നൊറോണ എന്ന മനുഷ്യൻ, അദ്ദേഹം ഇന്നലെ ദീപികയിൽ പ്രതിപാദിക്കുകയുണ്ടായി, ഇതുമായി എനിക്ക് യാതൊരു ഉത്തരവാദിത്വവുമില്ല എന്ന്. ഇന്ന് ഞങ്ങൾ സമർപ്പിതർ ഞങ്ങളുടെ നിലപാട് അറിയിക്കുവാനായിട്ട് ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഞങ്ങൾക്ക് ആരുടെയും അവകാശവും ആരുടെയും ഔദാര്യവുമായിട്ട് ഞങ്ങൾ നിങ്ങൾക്കൊന്നും തരണ്ട. ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ബ്രഹ്മപുരം പ്ലാന്റിലെ ഇത്രയും കാലം ഈ പറയുന്ന മാലിന്യമെല്ലാം കൂടി അവിടെ അടിഞ്ഞുകൂടി കിടന്നപ്പോ ആർക്കുമില്ലാതിരുന്ന പ്രശ്നം ഇപ്പൊ ഇത് കത്തിച്ചപ്പോ എന്താണ് പ്രശ്നം? ഇത് തന്നെയാണ് ഈ നാടകം കളിച്ചപ്പോഴത്തെ പ്രശ്നം. ദൈവവിളിയുടെ അന്നത്തിൽ കുരുങ്ങിയ കുരുക്ക്, ആ കുരുക്കിൽ കുരുങ്ങിയ മീനുകളാണ് അവർ, അണ്ണാക്കിൽ കുരുങ്ങിയ മീനുകളാണ് സമർപ്പിതരൻ. അങ്ങനെ ഒരു ജീവിതം തിരഞ്ഞെടുത്ത പല വ്യക്തികളും ഇതിലെ വഴിതെറ്റി അലയുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അവർ ജീവിക്കുന്ന ചവറും അവർ കാണിക്കുന്ന വൃത്തികേടുകളും എല്ലാം കണ്ടിട്ട് നാടകം എഴുതാൻ നിന്നാൽ പ്രിയപ്പെട്ടവരെ, തീർച്ചയായിട്ടും ഞങ്ങൾ പ്രതികരിച്ചിരിക്കും. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൽ കൈകടത്താതിരിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലതെന്ന് പറഞ്ഞെങ്കിൽ ഞങ്ങളുടെ ജീവിക്കാനുള്ള അവകാശത്തിൽ കൈകടത്താൻ നിങ്ങൾക്ക് ആരാണ് അനുവാദം നൽകിയത്? ചങ്കാണ് ഞങ്ങളുടെ സമർപ്പിതർ എന്ന് ഉറക്കെ ഉദ്ഘോഷിച്ചുകൊണ്ട് പിതാവ് പറഞ്ഞതുപോലെ ഇന്ന് ജോലിയും ഉത്തരവാദിത്വങ്ങളും എല്ലാം മാറ്റിവെച്ച് തങ്ങളുടെ പെങ്ങന്മാർക്കും സഹോദരങ്ങളെന്ന് മനസ്സുകൊണ്ട് കരുതുന്നവരുമായ ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഇന്ന് ഈ വെയിൽ കൊള്ളുന്നതിൽ നിങ്ങളോടാണ് ആദ്യം അഭിവാദനം അർപ്പിക്കുന്നത്. നന്ദിയുണ്ട്, ഒരുപാട് നന്ദി. കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം എന്നറിയപ്പെടുന്ന തൃശൂർ നഗരിയിൽ അതിന്റെ ഹൃദയഭാഗത്ത് ഈ കളക്ടറേറ്റ് പടിക്കൽ നിരവധി വ്യക്തികൾ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തിയതോടൊപ്പം ഇന്ന് ഞങ്ങൾ സമർപ്പിതർ ഞങ്ങളുടെ നിലപാട് അറിയിക്കുവാനായിട്ട് ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഞങ്ങൾക്ക് ആരുടെയും അവകാശവും ആരുടെയും ഔദാര്യവുമായിട്ട് ഞങ്ങൾ നിങ്ങൾക്കൊന്നും തരണ്ട. ജീവിക്കാൻ അനുവദിച്ചാൽ മാത്രം മതി എന്നുള്ള ഒരു ചിന്ത നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ് ഞങ്ങളിന്ന്. ആദ്യമായി തന്നെ ഒരു നന്ദി പറയാനാണ് എനിക്ക് ആഗ്രഹം. ഒന്നാമതായി ഈ നാടകം എഴുതിയതും നാടകത്തിന് മുൻപ് ഇതിന്റെ കഥാതന്തു എഴുതിയ ആൾക്കാർക്കും അതിനുശേഷം അതിന്റെ അവതരണ ചുമതല ഏറ്റെടുത്തവർക്കും പിന്നീട് അത് അവതരിപ്പിച്ച് അതിമനോഹരമാക്കിയവർക്കും ഞങ്ങൾ സമർപ്പിതരുടെ മുഴുവൻ നന്ദിയുണ്ട്. കാരണം ഈ പൊരിവെയിലത്ത് ഞങ്ങൾ ഞങ്ങളുടെ മറ്റെല്ലാ പ്രവർത്തനങ്ങളും മാറ്റിവെച്ച് ഇന്ന് ഈ സാംസ്കാരിക നഗരത്തിന് നടുവിൽ നിന്നുകൊണ്ട് ഞങ്ങളുടെ സമർപ്പണ ജീവിതത്തിന്റെ വൈശിഷ്ട്യത്തെ കുറിച്ച് അറിയാത്തവർക്ക് കൂടി അറിഞ്ഞു കൊടുക്കുവാൻ, മനസ്സിലാക്കി കൊടുക്കുവാൻ നിങ്ങൾ ഞങ്ങൾക്കായിട്ട് ഒരു അവസരം നൽകിയതിന് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് നന്ദി. ആദ്യം തന്നെ ഈ കഥ എഴുതിയ, നാടകത്തിന് കാരണമായ ഈ കഥ എഴുതിയ പ്രിയപ്പെട്ട ഫ്രാൻസിസ് നൊറോണ എന്ന മനുഷ്യൻ, അദ്ദേഹം ഇന്നലെ ദീപികയിൽ പ്രതിപാദിക്കുകയുണ്ടായി, ഇതുമായി എനിക്ക് യാതൊരു ഉത്തരവാദിത്വവുമില്ല എന്ന്. അതിന് ലാസർ സാർ പറഞ്ഞു, പീലാത്തോസ് കൈ കഴുകിയതുപോലെ എന്നുള്ള ആ ഒരു പ്രയോഗം. എനിക്ക് അതിലും ഇഷ്ടം, സ്വന്തം സർഗസൃഷ്ടിക്ക് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ അതിന്റെ പിതൃത്വം ഉപേക്ഷിച്ചുകൊണ്ട് ഓടിയൊളിക്കുന്ന ഒരു മനുഷ്യന്റെ അവസ്ഥയാണ് എനിക്ക് തോന്നുന്നത്. എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്ന് പറഞ്ഞുകൊണ്ട്, ഞാൻ ഈ വഴിക്കുള്ള ആളല്ലേ എന്ന് പറഞ്ഞുകൊണ്ട്, അന്ന് 2018 എഴുതിയ ഒരു കഥ, അതുമായി എനിക്ക് യാതൊരു ബന്ധവുമില്ല എന്ന് പറഞ്ഞ് ഇത്രയധികം ഉത്തരവാദിത്വമില്ലാത്ത ഒരു ഗ്രന്ഥകർത്താവ്. അദ്ദേഹം തന്നെ പറഞ്ഞു വെക്കുന്നുണ്ട്, ഞാൻ എപ്പോഴും അനുവാചകർക്ക് പൂരിപ്പിക്കുവാനായി ഒരിടം അവശേഷിപ്പിച്ചാണ് കഥകൾ എഴുതുക എന്നുള്ളത്. പ്രിയപ്പെട്ട ഗ്രന്ഥകർത്താവെ, നിങ്ങളോട് എനിക്കൊരു വാക്ക് ചോദിക്കാനുള്ളത്, ഈ ഇടം ആർക്കും കയറി ഇറങ്ങി നിരങ്ങാനുള്ള ഇടമായിട്ട് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ മറ്റുള്ളവർക്ക് പൂരിപ്പിക്കാനായിട്ട്, ആർക്കും കയറി ഇറങ്ങി നിരങ്ങാവുന്ന ഒരു ഇടമായിട്ട് എന്തിനാണ് ഇങ്ങനെ ചില അവശേഷിപ്പുകൾ നിങ്ങളുടെ ഗ്രന്ഥത്തിൽ, നിങ്ങളുടെ കൈകളിൽ നിന്ന്, നിങ്ങളുടെ സർഗവാസനയിൽ നിന്ന് വിരിഞ്ഞ ഗ്രന്ഥങ്ങളിൽ നിങ്ങൾ അവശേഷിപ്പിക്കുന്നത്? ഇത്തരത്തിൽ ഉത്തരവാദിത്വം നിർവഹണം നടത്താത്ത എഴുത്തുകാർക്ക് തീർച്ചയായും
തീർച്ചയായിട്ടും നമ്മുടെ സാംസ്കാരിക കേരളത്തിലെ ഈ പറയുന്ന ഒരുപാട് നാടകങ്ങൾ സാംസ്കാരിക മൂല്യങ്ങളും മനുഷ്യന്റെ മാനവിക മൂല്യങ്ങളും മനുഷ്യൻ ചവിട്ടിയരക്കപ്പെടുന്നതിന്റെ അവകാശ ലംഘനങ്ങളെയും ഒക്കെ ഉയർത്തിപ്പിടിച്ച് ഒരുപാട് നാടകങ്ങൾ എഴുതിയ നല്ല നല്ല നാടകകൃത്തുക്കൾക്കും കഥാകൃത്തുക്കൾക്കും അപമാനമായി ഇങ്ങനെ ഒരു നാടകം ഇനി ഉണ്ടാകാതിരിക്കട്ടെ. രണ്ടാമതായി നന്ദി പറയാനുള്ളത്, ഇദ്ദേഹത്തിന്റെ ഈ ഉത്തരവാദിത്വമില്ലായ്മയുടെ ആർക്കും കയറി പൂരിപ്പിക്കുവാനിട്ട ഇടം, ആ ഒരു നമ്മൾ പറയും ഗ്യാപ്പിൽ കയറി ഗോളടിക്കുക എന്ന് പറയും. ഈ ഗ്യാപ്പിൽ കയറി കിട്ടിയ ഗോളടിച്ചുകൊണ്ട് ഇത് മനോഹരമായി തന്റെ പരിമിതമായ അറിവ്, സന്യാസത്തെ കുറിച്ച് ജീവിച്ചു പരിചയമില്ലാത്ത ഒരു വ്യക്തി തനിക്ക് വായിൽ തോന്നിയതും തന്റെ മനസ്സിൽ വിരിഞ്ഞതുമായ ആശയങ്ങളെല്ലാം കൂടി കുത്തിനിറച്ച് ഈ കഥയുടെ അതേ പേരിൽ ഉത്തരവാദിത്വം കുറച്ചു കൂടും. സ്വന്തം കഥയുടെ അതേ പേരിൽ തന്നെ ഒരു നാടകം, അത് തീർച്ചയായിട്ടും അത് സംവിധാനം ചെയ്ത ജോബി മഠത്തിൽ എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹത്തിനാണ് മറ്റൊരു നന്ദി. അടുത്ത നന്ദി, 5-6 മാസത്തോളം പട്ടിണി കിടന്നിട്ട് ഈ തെരുവിൽ നടക്കുന്ന നായ്ക്കളുടെ മുൻപിലേക്ക് വലിച്ചെറിയപ്പെടുന്ന എല്ലിൻ കഷ്ണം കിട്ടുമ്പോൾ അവ ആർത്തിരമ്പി അതിന്മേൽ കയറുന്നത് പോലെ ഈ സമൂഹത്തിൽ ഇത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും മറ്റേതെല്ലാം വിധത്തിൽ സ്ത്രീകൾ അവഗണിക്കപ്പെടുന്നതും അവരുടെ അവകാശങ്ങൾ ഹനിക്കപ്പെടുന്നതുമായ ഈ ഇത്രയധികം പ്രശ്നങ്ങൾ നമ്മുടെ കേരളത്തിൽ നിലനിൽക്കുമ്പോൾ അതൊന്നും വിഷയമാക്കാതെ ഈ സന്യസ്തരുടെ അടിവസ്ത്രത്തെ വിഷയമാക്കി ഈ പറയുന്ന വിഷയമെടുത്ത് ഇവരുടെ നാടകത്തിന്റെ അരങ്ങത്ത് മുഴുവൻ അഴകെട്ടി അടിവസ്ത്രങ്ങൾ വിരിച്ചിടാൻ തക്കവിധം താണതരത്തിലുള്ള പരിപാടി ചെയ്ത നെയ്തൽ നാടക സംഘത്തിനാണ് ഞങ്ങളുടെ നന്ദി. അടുത്ത നന്ദി, 40,000-ഓളം വരുന്ന സമർപ്പിതരുടെ അന്തസ്സിനും ആഭിജാത്യത്തിനും മുറിവേൽപ്പിച്ചുകൊണ്ട് അവരുടെ നെഞ്ചത്ത് കയറി ചവിട്ടി നിന്ന് തന്റെ സർഗശേഷിയും അഭിനവകലയും മുഴുവൻ പ്രകടിപ്പിച്ച നതാലിയ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച മാളു എന്ന സ്ത്രീക്കും ഒപ്പം കൂടെ നിന്ന ഈ സന്യാസത്തെ വികൃതമാക്കിയ സഹോദരങ്ങൾക്കും നന്ദി. അടുത്ത നന്ദി, ഇതെല്ലാം കഴിഞ്ഞ് ഇങ്ങനെ അലയൊലികൾ നിൽക്കുമ്പോഴും ഈ നാടകത്തിന് നിങ്ങൾ തയ്യാറെങ്കിൽ ഞങ്ങൾ വേദിയൊരുക്കാൻ തയ്യാറെന്ന് പറഞ്ഞ് ഏരിയ തിരിച്ച് നിരവധി ഇടങ്ങളിൽ നിന്ന് സ്വന്തം കൈപ്പട കൊണ്ട് ക്ഷണക്കത്തെഴുതി ഈ നാടകം ഇനിയും ഇനിയും നടത്തുവാനായിട്ട് ഇഷ്ടംപോലെ ക്ഷണക്കത്തുകൾ എഴുതി കാത്തിരിക്കുന്ന ഏരിയ സെക്രട്ടറിമാരുണ്ട്. അവർക്കും ഒരുപാട് നന്ദി. അതിനുശേഷം അവർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, KCBCക്കും കത്തോലിക്ക സഭയ്ക്കും എന്തിനാണ് ഇത്രയധികം അസ്വസ്ഥത? അവരെഴുതിയ ക്ഷണക്കത്തിനൊപ്പം സൈഡിൽ അവർ ചേർത്ത ഒരു വാചകമുണ്ട്, വർഗീയ ധ്രുവീകരണത്തിൽ നിന്ന് ക്രൈസ്തവർ പിന്മാറുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. നിങ്ങളോടും ഞങ്ങൾക്ക് അതേ പറയാനുള്ളൂ, വർഗീയ ധ്രുവീകരണം വളർത്തുന്ന ഇത്തരം അപരിഷ്കൃത നാടക പരിപാടികളിൽ നിന്ന് പിന്മാറുന്നതാണ് നിങ്ങൾക്കും നല്ലത്. അതല്ലാതെ മറ്റൊന്നും ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനില്ല. പ്രിയപ്പെട്ടവരെ, ഈ ഉത്തരവാദിത്വത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു വലിയ കാര്യമുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട്, ഞാനുമായിട്ട് ഇതിനൊരു ചർച്ച നടന്നിട്ടില്ല, ഞാൻ അറിഞ്ഞിട്ടില്ല, എനിക്കിതിൽ പങ്കില്ല എന്ന്. ഇതെല്ലാം പറഞ്ഞു വെച്ചിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്, 2018 മുതൽ ഈ കഥ അനുവാചകർക്ക് മുൻപിലുണ്ട്. അന്നൊന്നും ഒരു പ്രശ്നവും ഉയർന്നു കേട്ടിട്ടില്ല. ഇപ്പോൾ ഇത് കളിച്ചത് എന്റെ അനുവാദത്തോടു കൂടിയല്ല, ഞാൻ ഈ നാടകം കണ്ടിട്ടുമില്ല. ഒപ്പം തന്നെ കൂട്ടിച്ചേർക്കുന്നുണ്ട്, ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ വിവാദമാക്കുന്നത് ശരിയല്ലെന്നാണ് എന്റെ അഭിപ്രായം. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ എടുത്തു നോക്കാം. ദീപിക പത്രത്തില് ഇന്നലെ അവസാന സെന്റൻസ് അങ്ങനെയാണ്, കലയെ വിവാദമാക്കുന്നത് ശരിയല്ലെന്നാണ് എന്റെ അഭിപ്രായം. ഇതിവിടെ അഭിമന്യ പിതാവ് ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് സൂചിപ്പിച്ചതുപോലെ ഇരയോടൊപ്പം ഓടുകയും വേട്ടക്കാരനോടൊപ്പം വേട്ടയാടുകയും ചെയ്യുന്ന ഒരു നിലപാട്. തീർച്ചയായിട്ടും ഞങ്ങൾ സമർപ്പിതരെന്ന നിലയിൽ ഞങ്ങൾ നിങ്ങളോട് ചോദിക്കാനുള്ളത്, ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൽ കൈകടത്താതിരിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലതെന്ന് പറഞ്ഞെങ്കിൽ ഞങ്ങളുടെ ജീവിക്കാനുള്ള അവകാശത്തിൽ കൈകടത്താൻ നിങ്ങൾക്ക് ആരാണ് അനുവാദം നൽകിയത്? ആരുടെയും മുൻപിൽ ആത്മാഭിമാനം പണയം വെച്ചിട്ടോ ഞങ്ങളുടെ അന്തസ്സും അഭിമാനവും ഒരുത്തന്റെയും മുൻപിൽ അടിയറ വെച്ചിട്ടോ അല്ല, ആരും ഉന്തി വിട്ടിട്ട് ഞങ്ങൾ തെരഞ്ഞെടുത്തതല്ല ഈ സന്യാസം. ഇദ്ദേഹം ഉത്തരവാദിത്വം നിഷേധിക്കുമ്പോഴും ഞാൻ ഇന്ന് രാവിലെ ഇരുന്ന് ഈ കക്കുകളി എന്ന കഥ മുഴുവൻ വായിച്ചു. അതിനകത്ത് തുടക്കത്തിലെ സെന്റൻസ് ഇങ്ങനെയാണ്, ദൈവവിളിയുടെ അന്നത്തിൽ കുരുങ്ങിയ
കുരുങ്ങിയ കുരുക്ക്, ആ കുരുക്കിൽ കുരുങ്ങിയ മീനുകളാണ് അവർ, അണ്ണാക്കിൽ കുരുങ്ങിയ മീനുകളാണ് സമർപ്പിതരെന്ന്. എങ്ങനെ നിങ്ങൾക്ക് ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റും? ദൈവവിളിയുടെ അന്നം എന്ന് പറയുന്നത് ഞങ്ങൾ ആരും വീട്ടിൽ ഇറച്ചിയോ മീനോ ആപ്പിളോ പഴമോ ഒന്നും കാണാതെ വളർന്നവരല്ല. ഞങ്ങളുടെ അപ്പനും അമ്മയും അന്തസ്സോടെ അധ്വാനിച്ച് പണിയെടുത്ത് ഞങ്ങൾക്ക് ജീവിക്കാനുള്ളത് 15 വയസ്സ് വരെയും 18 വയസ്സ് വരെയും ഞങ്ങളെ നന്നായിട്ട് അന്നകൂട്ടി തന്നെയാണ് വളർത്തിയത്. അതല്ലാതെ ആരുടെയും ഔദാര്യം പറ്റാനോ വീട്ടിൽ ദാരിദ്ര്യമായിട്ടോ വീട്ടിൽ നിന്ന് ആരും നേർച്ച കോഴികളായിട്ടോ അല്ല ഞങ്ങൾ സന്യാസ ജീവിതം തെരഞ്ഞെടുത്തത്. അത് നിങ്ങൾ അറിയാത്തവർക്ക് അറിയാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രം. അങ്ങനെ ഒരു ജീവിതം തെരഞ്ഞെടുത്ത പല വ്യക്തികളും ഇതിലെ വഴിതെറ്റി അലയുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അവർ ജീവിക്കുന്ന ചവറും അവർ കാണിക്കുന്ന വൃത്തികേടുകളും എല്ലാം കണ്ടിട്ട് നാടകം എഴുതാൻ നിന്നാൽ പ്രിയപ്പെട്ടവരെ, തീർച്ചയായിട്ടും ഞങ്ങൾ പ്രതികരിച്ചിരിക്കും. ഇത് ഞങ്ങളുടെ ജീവിതത്തിന് മേൽ കടന്നുകയറ്റമാണ്. ഇത് ഞങ്ങളുടെ ജീവിക്കാനുള്ള അവകാശത്തിന് മേൽ, സമൂഹത്തിൽ അന്തസ്സോടെ ജീവിക്കാനുള്ള അവകാശത്തിന് മേലുള്ള കടന്നുകയറ്റമാണ് എന്ന് ഞങ്ങൾ പ്രഖ്യാപിക്കുകയാണ്. ഇത്രയും ഇവിടെ കൂടിയിരിക്കുന്ന സമർപ്പിതരുടെ എല്ലാവരുടെയും പേര്, ഞങ്ങളുടെ എല്ലാവരുടെയും ഒരേ സ്വരമാണ് ഇതെന്ന് ഞങ്ങൾ ഏറ്റുപറയുകയാണ്. ഇന്നലെ ഒരു പ്രമുഖ ചാനലിൽ, ഇപ്പോൾ ഒരു വലിയൊരു പരിപാടിയാണ്, ഇവിടെ ഇരിക്കുന്ന ചാനലുകാർ എന്നോട് ക്ഷമിക്കണം, വലിയൊരു പരിപാടിയാണ്. ചർച്ചകൾക്ക് വിഷയം കിട്ടാത്തപ്പോഴും ആൾക്കാരുടെ വ്യൂ കുറയുമ്പോഴും ഈ അവതാരകർ തന്നെ കുത്തിയിരുന്ന ഒരു കുറ്റിപ്പുറത്ത് കയറി കുത്തിയിരുന്ന എല്ലാവരും കൂടി ഒന്നിച്ചിരുന്ന വർത്തമാനം പറയുന്ന ഒരു രീതി. ഇന്നലെ അങ്ങനെ ഒരു ചാനലിലെ വർത്തമാനം ഞാൻ കേട്ടു. അതിനകത്ത് ഒരു സ്ത്രീയാണ് ഈ മറുപടി പറഞ്ഞത് എന്നുള്ളത് ഏറെ വേദനിപ്പിക്കും. നമ്മളൊക്കെ പറയാറുണ്ട് സ്ത്രീയാണ് സ്ത്രീയുടെ ഏറ്റവും വലിയ ശത്രു, ഗാർഹിക പീഡനങ്ങളിലും ഒക്കെ സ്ത്രീകളാണ് മെയിൻ കഥാപാത്രങ്ങളായിട്ട് നിൽക്കുന്നതെന്ന്. ഞാൻ ചാനലിനെയും പറയുന്നില്ല, സ്ത്രീയെയും പറയുന്നില്ല, പക്ഷേ അതിന്ന് കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാകും. അതിനകത്ത് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എന്താണ് ഈ നാടകത്തെ കുറിച്ച് പ്രിയപ്പെട്ട നിങ്ങൾക്ക് പറയാനുള്ളത്? ഈ പ്രതിഷേധങ്ങളൊന്നും വിലപ്പോകില്ലെന്നാണ് ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത്. എഴുതിയപ്പോൾ ഇല്ലാതിരുന്ന ഒരു പ്രശ്നം ഇപ്പോൾ ഇത് കളിച്ചപ്പോൾ എന്താണ് നിങ്ങൾക്ക് പ്രശ്നം എന്നാ സ്ത്രീ ചോദിച്ചു. ഈ മീഡിയയിലൂടെ എവിടെയെങ്കിലും ഈ പറയുന്ന ചോദ്യത്തിന് ഈ സ്ത്രീ ഉത്തരം കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ. ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ബ്രഹ്മപുരം പ്ലാന്റിലെ ഇത്രയും കാലം ഈ പറയുന്ന മാലിന്യം എല്ലാം കൂടി അവിടെ അടിഞ്ഞുകൂടി കിടന്നപ്പോ ആർക്കും ഇല്ലാതിരുന്ന പ്രശ്നം ഇപ്പൊ ഇത് കത്തിച്ചപ്പോ എന്താണ് പ്രശ്നം? നിങ്ങൾ ആലോചിക്കണം. ഉള്ള മാലിന്യങ്ങളെല്ലാം കൂടി നിശബ്ദമായിട്ട് കൂട്ടിയിടുകയും നമ്മളെല്ലാം കൊണ്ട് കൂട്ടിയിടുകയും ചെയ്ത മാലിന്യം അവിടെ കിടന്നപ്പോ ആർക്കും ഇല്ലാതിരുന്ന പ്രശ്നം ഇന്നിപ്പോൾ നമ്മുടെ നാട് മുഴുവൻ, ഒരു ലോകം മുഴുവൻ ശ്രദ്ധാകേന്ദ്രമാക്കി ഈ ഹെലികോപ്റ്ററിൽ കൊണ്ട് ബക്കറ്റിൽ കൊണ്ട് വെള്ളം ഒഴിച്ച് ഇതുപോലെ അപമാനകരമായ രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന എന്തിനാണ് ഇത്രയധികം ആൾക്കാർ അവിടെ കൂടിയിരിക്കുന്നത്? എന്താണ് പ്രശ്നം? അത് തന്നെയാണ് ഈ നാടകം കളിച്ചപ്പോഴത്തെയും പ്രശ്നം. അത്രേ ഉള്ളൂ. ഇന്നത്തെ ദീപിക പത്രത്തിൽ വന്ന ഒരു കാര്യമുണ്ട്. ഈ ബ്രഹ്മപുരം പ്ലാന്റ് കത്തിച്ചപ്പോൾ എന്താ പ്രശ്നം ഉണ്ടായതെന്ന് ഞാൻ പറയാം. പുകയില്ലാതാക്കുന്നതിനായി നിലവിൽ 200 അഗ്നിശമന സേനാംഗങ്ങളുണ്ട്. ഇതിനു പുറമെ 18 എക്സ്കവേറ്റർ ഓപ്പറേറ്റർമാരുണ്ട്, 68 സിവിൽ ഡിഫൻസ് അംഗങ്ങളുണ്ട്, കൊച്ചി കോർപ്പറേഷന്റെ 55 ജീവനക്കാര്, 48 ഹോം ഗാർഡുകൾ, 6 പോലീസുകാർ, നേവിയുടെ 5 പേർ, BPCL-ലെ 2 പേർ, സിയാലിൽ നിന്ന് 3 പേർ, റവന്യൂ വകുപ്പിൽ നിന്ന് 4 പേർ എന്നിവരും ദൗത്യത്തിനുണ്ട്. ആംബുലൻസും 6 അംഗ മെഡിക്കൽ സംഘവും സ്ഥലത്തുണ്ട്. ഇത് തന്നെയാണ് പ്രശ്നം. ഇത്രയും നാളെ മാലിന്യം അവിടെ കിടന്നപ്പോൾ ഇവർക്കൊന്നും ഇല്ലാതിരുന്ന ഉത്തരവാദിത്വവും ഈ കണ്ട ആൾക്കാരെല്ലാം കൂടെ ഇന്ന് അവിടെ കൂടാൻ എന്ത് കാരണമാണോ ഉള്ളത്, അതേ കാരണം തന്നെയാണ് ഇന്നിവിടെ ഞങ്ങളെല്ലാവരും ഒന്നിച്ചു ചേർന്നിരിക്കുന്നത്. പിന്നീട് സ്ത്രീ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഇവിടെ ഒരു അഭയം ഉണ്ടായില്ലേ, ഇവിടെ ഒരു ജസ്മി ഉണ്ടായില്ലേ, ആമേൻ എഴുതിയില്ലേ, ഇവിടെ ഒരു ലൂസി കളപ്പുര ഉണ്ടായില്ലേ, കർത്താവിന്റെ നാമത്തിൽ എഴുതിയില്ലേ? അങ്ങനെ കുറെ ആൾക്കാരുടെ പേര് പറഞ്ഞിട്ട് അതൊക്കെ യാഥാർത്ഥ്യമല്ലേ? അംഗീകരിച്ചുകൂടെ? മാലിന്യങ്ങളെ ഞങ്ങൾ ഒരിക്കലും കൂടപ്പുറപ്പിക്കാറില്ല. മാലിന്യങ്ങളെ തീർച്ചയായിട്ടും ബ്രഹ്മപുരം പ്ലാന്റ് പോലെയുള്ളിടത്തേക്ക് കൊണ്ടുവിടുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് മാലിന്യ കൂമ്പാരം കണ്ട് കേരളത്തിന്റെ ക്ലീൻ സിറ്റി എന്ന് പറയുന്ന നമ്പർ 1 എന്ന് പറയുന്ന കാര്യങ്ങൾ അത്രയധികം അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പോലും ബ്രഹ്മപുരം കണ്ട ആരും കേരളത്തിന്റെ വൃത്തി ഇളക്കരുത്. മാലിന്യക്കൂമ്പ എനിക്ക് തിരിച്ചു ചോദിക്കാനുള്ള ചോദ്യം, ഇവിടെ ഈ തൃശ്ശൂരിന്റെ മണ്ണിൽ ഒരു വിപ്രസ്യം ഉണ്ടായില്ലേ? ബാക്കി എത്രയോ പേര് തൃശ്ശൂരിന്റെ മണ്ണിൽ, എത്രയോ സാംസ്കാരിക നായകന്മാരുണ്ടായി. തൃശ്ശൂരിന്റെ മണ്ണിൽ എത്രയോ വിദ്യാഭ്യാസ വിചക്ഷണന്മാരുണ്ടായി. നമ്മുടെ കേരള സഭയിൽ ഒരു അൽഫോൻസാമ ഉണ്ടായില്ലേ? എത്രയോ പേർ നമ്മുടെ നാടിനു വേണ്ടി ജീവൻ കൊടുത്തവരുണ്ട്. ഇതും യാഥാർത്ഥ്യമല്ലേ? എന്തുകൊണ്ട് ഇതൊന്നും ഇവർക്കൊരു കഥാതന്തു ആകുന്നില്ല?
ഇതൊന്നും കൂട്ടിയിട്ട് കത്തിച്ചാൽ, ഇവരുടെയൊന്നും ജീവിതങ്ങൾ കൂട്ടിയിട്ട് കത്തിച്ചാൽ, ഇപ്പോൾ ബ്രഹ്മപുരത്തെ മാലിന്യ പ്ലാന്റിൽ നിന്ന് ഉയരുന്ന 12 ദിവസങ്ങളോളമായി ഉയർന്നുകൊണ്ടിരിക്കുന്ന പുക പൊങ്ങില്ല. ഇവരുടെയൊക്കെ ജീവിതം കൂട്ടിയിട്ട് കത്തിച്ചാൽ സഹനത്തിന്റെയും ത്യാഗത്തിന്റെയും അവർ ഒരുക്കിയ, മറ്റുള്ളവർക്കായി ഒരുക്കിയ വിയർപ്പിന്റെയും ഒക്കെ അഗ്നിസ്ഫുലിംഗങ്ങളാണ് ഉയരുകയുള്ളൂ. അതുകൊണ്ടാണ് ഈ കണ്ട പുസ്തകങ്ങളൊന്നും, ഇവരെഴുതിയ പുസ്തകങ്ങളും ഇവരുടെ ജീവിത കഥകളും ഒന്നും ആരും നാടക വിഷയമാക്കാത്തത്. എന്നാൽ ഈ പറയുന്ന, ഞാൻ ആദ്യം പറഞ്ഞ പുസ്തകങ്ങളുടെ ഒക്കെ കൂമ്പാരം എടുത്തിട്ട് കത്തിച്ചാൽ തീർച്ചയായിട്ടും ഇന്ന് പ്ലാന്റിൽ നിന്ന് ഉയരുന്നത് പോലെ വിഷപ്പുക ഉയരും. അടുത്ത് നിൽക്കുന്നവനെ കാണാൻ പറ്റില്ലെന്നാകും. മനുഷ്യനും അങ്ങോട്ടും ഇങ്ങോട്ടും വെള്ളയൊടുപ്പിട്ട് പോകുന്നവന്റെ ദേഹം മുഴുവൻ, നമ്മളുടെ ഏത് സിനിമയാണത്, ആ പറക്കന്തളിക സിനിമയിൽ കണ്ടതുപോലെ, ഒരു ബസ് പോകുമ്പോ പോയത് ഉടുപ്പ് മുഴുവൻ കറുത്തുപോയതുപോലെ തീർച്ചയായിട്ടും ഈ പറയുന്ന പുസ്തകങ്ങൾ കൂട്ടിയിട്ട് കത്തിച്ചാലേ ഇവർക്കൊരു വിഭാഗത്തിനെ പുകമറ സൃഷ്ടിക്കാനാവും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ഈ പറയുന്ന ഒരു പാവക്കൂത്തും, ഈ പറയുന്ന ഞങ്ങളുടെ ഈ ജീവിതം കൊടുത്തു മേടിച്ച് ഈ വസ്ത്രമിട്ട് നടക്കുന്ന ഒരാളുടെ മുൻപിലും ഇത്തരം പാവക്കൂത്തുകൾ നിങ്ങൾ നടത്തേണ്ടതില്ല. പലരും പല ആവശ്യങ്ങൾക്ക് വേണ്ടിയും സന്യാസ സമൂഹത്തിൽ കയറി വന്നിട്ടുള്ളവരുണ്ടാകും. വിശപ്പിന്റെ വിളി സഹിക്കാൻ പറ്റാതെ ആരെങ്കിലും ഒക്കെ കയറി വന്നിട്ടുണ്ട്. ഇത് ആ കുട്ടി കയറി വരുന്നതല്ല, അവളെ അമ്മ തള്ളിവിടുന്നതാ. നാടകം തുടങ്ങുന്ന ആദ്യ സെന്റൻസ് ഇങ്ങനെയാണ്: അമ്മ, ഞാൻ മടത്തി പോണോ? പോണം. അമ്മ, ഞാൻ വീണ്ടും ചോദിക്കുവോ മടത്തി പോണോ? അപ്പൊ ആ തള്ള പറയുന്ന ഒരു സെന്റൻസ് ഉണ്ട്: നിന്റെ അപ്പൻ ഇവിടെ നിനക്ക് 4 നേരവും മൂഞ്ചാനൊന്നും ഉണ്ടാക്കി വെച്ചിട്ടില്ല. വല്ലതും മൂഞ്ചണമെന്നുണ്ടെങ്കിൽ മടത്തിപ്പോ. അങ്ങനെ ആരുടെയും ഒന്നും മൂഞ്ചാനല്ല ഞങ്ങൾ മടത്തി വന്നിരിക്കുന്നത്. ഞങ്ങളുടെ ഭവനങ്ങളിൽ ഞങ്ങൾക്ക് 4 നേരവും 5 നേരവും എത്ര നേരം വേണമെങ്കിലും ആരുടെയും അനുവാദം കൂടാതെ ഭക്ഷണം കഴിക്കാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട്. പിന്നെ മറ്റൊരു കാര്യം, വിദ്യാഭ്യാസം. എട്ടും പൊട്ടും തിരിയാത്ത മറ്റൊരു അലിഗേഷൻ ആയിരുന്നു നമ്മുടെ ലൂസി പറഞ്ഞ, പൊതുവായി പറഞ്ഞതുകൊണ്ട് ഞാൻ പൊതുവായി പറയുകയാണ്. മറ്റൊരു അലിഗേഷനാണ്, ബുദ്ധി കൊണ്ട് ചിന്തിക്കാൻ സഭ സമ്മതിക്കുന്നില്ല. ആരുടെ ബുദ്ധി കൊണ്ട് ചിന്തിച്ചിട്ടാണ് പിന്നെ 10-30 വർഷക്കാലം വിദ്യാർത്ഥികളുടെ മുൻപിൽ ഒരു അധ്യാപികയായിട്ട് ഈ സഹോദരി പോയി നിന്ന് പ്രസംഗിച്ചത്? പിന്നെ എന്ത് ബുദ്ധിയാണ്? 15 വയസ്സിലെ പൊട്ട ബുദ്ധിക്കെടുക്കുന്ന തീരുമാനങ്ങൾ കൊണ്ടൊന്നും സന്യാസ സമൂഹത്തിലെ ജീവിതം ഒരു തെറ്റിപ്പോയ ജീവിതമാകുന്നത് എങ്ങനെയാണ്? 15 വയസ്സുള്ള ഒരാൾക്ക് പൊട്ട ബുദ്ധിയാണെങ്കിൽ 30 വയസ്സിലും ആ പൊട്ട ബുദ്ധി അങ്ങനെ തന്നെയായിരിക്കും. ഇവിടെ 15 വയസ്സിൽ SSLC എഴുതി പാസ്സായവരാണ് എല്ലാവരും. അങ്ങനെയാണെങ്കിൽ നമ്മുടെയൊക്കെ SSLC ബുക്ക് കീറിക്കളയണം. 15 വയസ്സിലെ പൊട്ട ബുദ്ധിക്ക് നമ്മൾ എടുത്ത സർട്ടിഫിക്കറ്റിന് എന്ത് വിലയാണുള്ളത്? ലൂസി സഹിത ഉത്തരം പറയണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആരും സന്യാസ ജീവിതത്തെ, ഇന്ന് ഞാനൊരു അഡ്വക്കേറ്റ് ആയിട്ട് ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ എന്റെ സന്യാസ സമൂഹമാണ് എന്നെ പഠിപ്പിച്ചത്, എന്റെ സന്യാസ സമൂഹമാണ് എന്നെ വളർത്തിയത്. ഇന്നിങ്ങോട്ട് അനുഗ്രഹത്തോടു കൂടി പറഞ്ഞു വിട്ടത്, തൊടുപുഴയിൽ നിന്നും ഇത്രയും ദൂരം എന്റെ സന്യാസ സമൂഹമാണ് എന്നെ പറഞ്ഞു വിട്ടത്. ഒരാളുടെയും ഔദാര്യത്തിന് മുൻപിൽ തലകുനിക്കേണ്ട ആവശ്യം ഞങ്ങൾക്കില്ല. പിന്നെ മറ്റൊരു ആരോപണമാണ് ഈ നാടകത്തിൽ, ഈ പിതാവ് പറഞ്ഞതുപോലെ അടിവസ്ത്രം വിഷയമാകാനുള്ള ഒരു കാരണം എന്താണ്? മഠത്തിൽ നിന്നിറങ്ങിയ എല്ലാവരുടെയും അതിശയം, നിങ്ങൾ എല്ലാവരും കേൾക്കണം, ഇത് എല്ലാവരുടെയും അതിശയമായിരുന്നു. അടിവസ്ത്രം വാങ്ങാൻ മദറിന് മുൻപിൽ ഞങ്ങൾ തല ഓച്ചാനിച്ചു നിൽക്കണമെന്ന്. 15 വയസ്സ് വരെ വീട്ടിൽ ഉണ്ണാനും ഉടുക്കാനും നാണം മറയ്ക്കാനുമുള്ളത് നിന്റെ അപ്പനും അമ്മയുമാണ് നിനക്ക് വാങ്ങിത്തന്നതെങ്കിൽ, അതിനുശേഷം വീട് ഉപേക്ഷിച്ച് എന്റെ സന്യാസ ജീവിതം, എന്റെ സന്യാസ സമർപ്പണം, എന്റെ സന്യാസ സമൂഹമാണ് എന്റെ അമ്മ എന്നുള്ള ഒരു കരുതലോടും സ്നേഹത്തോടും കൂടി ഞാൻ വരുമ്പോ പിന്നെ വല്ലവന്റെ മുമ്പിൽ പോയി ഞാൻ കൈ നീട്ടണോ എനിക്ക് അടിവസ്ത്രം വാങ്ങാൻ? എനിക്ക് ഈ ഉടുപ്പ് തയ്ച്ചു തരുന്നത്, എനിക്ക് ഭക്ഷണം കഴിക്കാൻ തരുന്നത്, എന്റെ പഠനം, എന്റെ ജോലി, എന്റെ ഉത്തരവാദിത്തം, എന്റെ സമർപ്പണം, ജീവിക്കാൻ എന്നെ സഹായിക്കുന്നത് എന്റെ സന്യാസ സമൂഹമാണെങ്കിൽ ഇത് വാങ്ങിത്തരാനുള്ള അവകാശവും ഉത്തരവാദിത്വവും അവർക്ക് തന്നെയാണ്. അല്ലാണ്ട് മറ്റൊരുത്തന്റെ മുമ്പിൽ പോയി കൈനീട്ടേണ്ട വരുന്നു. ഇനി മറ്റൊരു കാര്യം, നാടക കളിക്കാരുടെ വിഷയദാരിദ്ര്യം കൊണ്ടാണ് ഇങ്ങനെ സന്യസ്തരുടെ ജീവിതവും സന്യസ്തരുടെ വസ്ത്രവും, ജീവിതം കൊടുത്തു വാങ്ങിച്ച ഈ വസ്ത്രവും അവർ ഇത്രയധികം അവഹേളിക്കുന്നതെങ്കിൽ നിങ്ങൾക്കുള്ള വിഷയം ഞാൻ തരാം. മാർച്ച് 8 വനിതാ ദിനമായിരുന്നു. 7-ാം തീയതി മനോരമ പത്രം വായിച്ചവർക്കറിയാം, അവരൊരു സർവേ നടത്തി. പൊതുസ്ഥലങ്ങളിൽ സ്ത്രീകളുടെ സുരക്ഷയിൽ ആശങ്കയുണ്ടോ? 97.3% പേരും പറഞ്ഞ ഉത്തരം ആശങ്കയുണ്ടെന്നാണ്. അടുത്തത്, വീട്ടിൽ സ്ത്രീ ഇപ്പോഴും 2ാം സ്ഥാനത്താണോ? 63.3% ആൾക്കാർ പറഞ്ഞത് സ്ത്രീ ഇപ്പോഴും വീട്ടിൽ 2ാം സ്ഥാനത്താണെന്ന്. സ്ത്രീകൾക്ക് സ്വന്തം കാര്യത്തിന് നേരമുണ്ടോ? ഇല്ല 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 എന്ന് 85% ആൾക്കാരാണ് മറുപടി പറഞ്ഞത്. സ്ത്രീകളുടെ പ്രധാന പ്രശ്നം ഒറ്റയ്ക്കുള്ള വീട്ടുജോലിയാണ് എന്നുള്ളത് ഏറ്റവും വലിയ പ്രധാന പ്രശ്നമായിട്ട് ഈ സർവേയിൽ നിന്നും മനോരമ പത്രം കണ്ടെടുത്തു.
ഇനി ഏതെങ്കിലും നാടക ഗ്രൂപ്പ് ഈ വിഷയമില്ലാതെ സന്യാസ സമൂഹത്തിന്റെ അകത്തളങ്ങളിലേക്ക്, അവരുടെ അടിവസ്ത്രങ്ങളിലേക്ക് ക്യാമറ ഫിറ്റ് ചെയ്ത് നിങ്ങളുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇത്തരത്തിൽ നിലവിളിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള വിഷയമാണിത്. ഇത്തരം സ്ത്രീ സമൂഹങ്ങൾ ഇങ്ങനെ ചോദ്യം ചെയ്യപ്പെടുന്ന ഈ സമൂഹത്തിൽ വളരെ അഭിമാനബോധത്തോടുകൂടി സ്വന്തം ഇഷ്ടപ്രകാരം ഈ ജീവിതം തിരഞ്ഞെടുത്ത് ഞങ്ങൾക്ക് അങ്ങനെ ഒറ്റയ്ക്ക് ജോലി ചെയ്യാൻ ഞങ്ങൾക്ക് പേടിയില്ല, പൊതുസമൂഹത്തിൽ സുരക്ഷിതത്വത്തിന് ഞങ്ങൾക്ക് പേടിയില്ല. പൊതുസമൂഹത്തിലെ സുരക്ഷിതത്വം നിങ്ങളായിട്ടാണ് നശിപ്പിക്കുന്നത്. ഞങ്ങൾ ആർക്കും ഒരു ഉപദ്രവവും ഉണ്ടാക്കാതെ നിങ്ങൾ തള്ളി അരികുകളിലേക്ക് മാറ്റുന്നവരെ ഞങ്ങൾ നെഞ്ചോട് ചേർത്ത് ജീവിക്കുന്നവരാണ് ഞങ്ങൾ. അതല്ലാതെ പൊതുസമൂഹത്തിൽ നിന്ന് ഇത്തരം ഉപദ്രവങ്ങളല്ലാതെ പൊതുസമൂഹത്തിൽ നിന്ന് ഞങ്ങൾക്ക് മറ്റൊരു പ്രശ്നവുമില്ല. സംസ്കാര ബോധവും വിദ്യാഭ്യാസ സമ്പന്നരുമായ മനുഷ്യനെ തിരിച്ചറിയുന്ന ഒരു പൊതുസമൂഹത്തിൽ നിന്നും ഞങ്ങൾക്ക് ഇതുവരെ ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഇത്തരത്തിൽ സമൂഹത്തിൽ വീട്ടിൽ സ്ത്രീ ഇപ്പോഴും 2ാം സ്ഥാനത്താണെങ്കിൽ നിങ്ങൾ ക്യാമറ ഞങ്ങളുടെ നേർക്ക് പിടിക്കുന്നതിന് മുൻപ് നിങ്ങളുടെ വീട്ടിലെ അമ്മയുടെയും പെങ്ങളുടെയും നിങ്ങളുടെ ഭാര്യമാരുടെയും നേരെ നിങ്ങൾ ക്യാമറ തിരിക്കണം. എന്നിട്ട് നിങ്ങളുടെ വീട്ടിൽ സ്ത്രീകളെ അനുഭവിക്കുന്ന ദുരിതങ്ങൾ നിങ്ങൾ നാടക കഥകളാക്കി മാറ്റണം. സ്ത്രീ ഇപ്പോഴും 2ാം സ്ഥാനത്താണോ, നിങ്ങളുടെ ഭാര്യയ്ക്ക് നിങ്ങൾ 2ാം സ്ഥാനമാണോ കൊടുക്കുന്നത് എന്നുള്ളത് അന്വേഷിച്ചിട്ട് അത് വെച്ചൊരു നാടകം ഉണ്ടാക്കുക. അതിനുശേഷം അടുക്കളയിൽ നിന്ന് രംഗത്തേക്ക് എന്നുള്ളത് 2ാം ഭാഗമോ 3ാം ഭാഗമോ ഒക്കെ നിങ്ങൾ ഇറക്കും. ഞങ്ങളുടെ പ്രശ്നം ചർച്ചയാകേണ്ട സമയത്ത് ഞങ്ങൾ ഇതുപോലെ വന്ന് പറയാം, പ്ലീസ് ഞങ്ങളെ കുറിച്ച് ഒരു നാടകം നിങ്ങൾ എഴുതിയുണ്ടാക്കുന്ന ഞങ്ങൾ പറയാം, അപ്പ ചെയ്താൽ മതി. അതുവരെ ഞങ്ങളുടെ ഈ പറയുന്ന ജീവിക്കാനുള്ള സ്വാതന്ത്ര്യത്തിലേക്ക്, ഞങ്ങളുടെ പ്രൈവസിയിലേക്കും നിങ്ങൾ നുഴഞ്ഞു കയറേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ മറ്റൊരു പ്രശ്നമാണ് ലൈംഗികത. ഇവിടെയെല്ലാം അടിച്ചമർത്തപ്പെട്ട് വിവാഹം കഴിച്ചില്ല എങ്കിൽ ഒരാൾക്കും ഈ ലോകത്ത് ജീവിക്കാൻ പറ്റില്ല എന്നുള്ളൊരു പൊതുബോധം കേരളത്തിൽ ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെ എല്ലാം പ്രചരിക്കുന്ന ഇത്തരത്തിലുള്ള ലൈംഗിക ചേഷ്ടകളുടെ കഥകൾ കൊണ്ട് നിങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ട്. വിവാഹം എന്ന് പറയുന്നത് ഏറ്റവും മഹത്തായ ഒരു കൂദാശയാണെങ്കിൽ അതുപോലെ തന്നെ മഹത്തായ ഒരു കൂദാശയാണ് തന്റെ സർഗ കഴിവുകളെ മുഴുവൻ മഹത്തായ ഒരു ആഗ്രഹത്തിനോ മഹത്തായ ഒരു ആവശ്യത്തിനോ ഏതെങ്കിലും ഒരു വ്യക്തിയോടുള്ള അഗാധമായ പ്രണയത്തെ പ്രതിയോ ഇതെല്ലാം ഉച്ഛിഷ്ടം പോലെ വേണ്ടെന്ന് വെക്കുന്നതും അതുപോലെ തന്നെ മനോഹരവും വിശിഷ്ടവുമായിട്ടുള്ള ഒരു കാര്യമാണ്. അവനവന് പറ്റാത്ത കാര്യം മറ്റൊരുത്തൻ ചെയ്യുന്നത് കാണുമ്പോ നോക്കി നിന്ന് അസൂയപ്പെട്ടിട്ട് കാര്യമൊന്നുമില്ല. എവറസ്റ്റ് കൊടുമുടി കയറിയ വ്യക്തി ഇറങ്ങി വരുമ്പോ അതവൻ ചുമ്മാ പറയുന്നതാണെന്ന് കേറാൻ പറ്റാത്ത ഒരുത്തൻ പറയുന്നത് പോലെ ഞങ്ങൾക്ക് അതിനെ തോന്നുന്നുള്ളൂ. കേറാൻ പറ്റണമെങ്കിൽ ധൈര്യം വേണം. ഇപ്പോൾ എന്നെ കേൾക്കുന്ന ഏതെങ്കിലും സഹോദരന്മാർ ഇവിടെ പൗരോഹിത്യത്തിലേക്കോ സന്യാസത്തിലേക്കോ നിങ്ങൾ കയറി വരുന്നുണ്ടെങ്കിൽ ഇപ്പൊ കയറി വരണം. അതല്ലാതെ ഈസി ഗോയിങ് ആയിട്ട് എപ്പോ വേണമെങ്കിലും വളരെ ഒരു പ്രശ്നവുമില്ലാതെ വെല്ലുവിളികളൊന്നും ഇല്ലാതെ പോകുന്ന സമയത്ത് സുഖിക്കാനായിട്ടാണെങ്കിൽ ആരും ആ വഴി വരരുത്. ജീവിക്കാനും മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുവാനുമായിട്ടാണ് നിങ്ങൾ ആരെങ്കിലും സമർപ്പണം തരുന്നത്. അതുപോലെ ഈ പറഞ്ഞതുപോലെ ചില ആവശ്യങ്ങൾക്ക് വേണ്ടി വന്നവരാണ് തെറ്റിപ്പോയവർ. എന്നിട്ട് അവരെ SOSഉം JSLഉം ഒക്കെ ഉണ്ടാക്കി കന്യാസ്ത്രീമാരെ എല്ലാരെയും കൂടെ രക്ഷിക്കുക. ഞങ്ങളെ ആരും രക്ഷിക്കണ്ട. ഞങ്ങളെ രക്ഷിക്കുന്ന ഒരേ ഒരുത്തൻ ഞങ്ങളുടെ തമ്പുരാനാണ്. അവ ഞങ്ങളുടെ കൂടെ ഉള്ളിടത്തോളം കാലം ഒരു ഗ്രൂപ്പിന്റെയും ഒരു സംരക്ഷണ കവചവും ഒരു ആവശ്യവും ഞങ്ങൾക്ക്, നിങ്ങളുടെ ഔദാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് വേണ്ട. ഉപദ്രവിക്കാതിരുന്നാൽ മാത്രം മതി. പിന്നെ നമ്മളൊക്കെ ചെറുപ്പത്തിൽ കളിച്ചിട്ടുള്ളതാണ് ഈ അക്കുകളി. ഉണ്ടാകും തീർച്ചയായിട്ടും. ഞങ്ങൾ അക്കെന്നാണ് പറയുന്നത്, അക്ക് കളിക്കുക എന്ന് പറയും. ഈ അക്കുകളിയുടെ അവസാനം കളിച്ച് ജയിക്കുന്നവൻ അവസാനം പുറംതിരിഞ്ഞിരുന്ന് അക്കെടുത്ത് മേപ്പോട്ടല്ല കളത്തിലേക്ക് എറിയുമ്പോ വരയിലാണ് വീണതെങ്കിൽ അവൻ തോറ്റു, ഒരു കളത്തിലാണ് വീണതെങ്കിൽ ആ കളം അവന്റെ സ്വന്തമാണ്. അവിടെ ഞങ്ങളുടെ ഭാഷയിൽ ചേനക്കളം വരയ്ക്കുക എന്ന് പറയും. ഈ ചേനക്കളം വരച്ചു കഴിഞ്ഞാൽ പിന്നെ മറ്റുള്ളവർക്ക് ആ കളത്തിൽ ചവിട്ടത്തില്ല. അപ്പോൾ ഇവൻ ഔദാര്യത്തോടെ അഹങ്കാരത്തോടെ ഒരു ചോദ്യം ചോദിക്കും, നിനക്ക് പുറംകളം വേണോ? തോറ്റാലും ആത്മവിശ്വാസം നഷ്ടപ്പെടാത്തവനാണെങ്കിൽ ആ പുറംകളത്തിൽ ചവിട്ടാതെ എനിക്ക് അങ്ങേയറ്റത്തേക്ക് ചാടിക്കിടക്കാൻ പറ്റുമെന്നുറപ്പുള്ള ഒരുത്തനാണെങ്കിൽ പറയും, നിന്റെ ഒരൗദാര്യത്തിന്റെയും പുറംകളം എനിക്ക് വേണ്ട. ഇത് തന്നെയാണ് ഞങ്ങൾ സന്യാസികൾക്ക് നിങ്ങളോട് പറയാനുള്ളത്. നിങ്ങളുടെ ഒരു ഔദാര്യത്തിന്റെയും പുറംകളങ്ങൾ ഞങ്ങൾക്ക് വേണ്ട. ഞങ്ങൾക്ക് നിങ്ങൾ എത്ര ചേനക്കളം വേണമെങ്കിലും എടുക്കേറിയിട്ടോ, പക്ഷേ ഞങ്ങളുടെ കളത്തിൽ കയറി നിങ്ങൾ അക്ക് കളിക്കുമ്പോൾ പുറംകളം തന്ന് ഞങ്ങളെ പറ്റിക്കാൻ നോക്കണ്ട. പുറംകളത്തിന്റെ ആവശ്യം ഞങ്ങൾക്കില്ല. ഈ പുറംകളമില്ലാതെ ജീവനും ജീവിതവും ആർക്കു വേണ്ടി സമർപ്പിച്ചോ അവനെ മുമ്പിൽ നോക്കി എടുത്തു ചാടാൻ ഞങ്ങൾ റെഡിയാണ്.
ഏകദേശം കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞെന്ന് തോന്നുന്നു. ഞാൻ എന്തെങ്കിലും വിട്ടുപോയാൽ ഇവിടം വരെ വന്നതിന് മുതലാക്കില്ലല്ലോ എന്നുള്ളത് ഓർത്തുകൊണ്ട് നോക്കിയതാണ്. എന്തോ അവസാനമായിട്ട് ഈ നാടകം തീരും. അരമണിക്കൂറുള്ള നാടകമാണ് ഞാൻ കണ്ടത് കേട്ടോ. 1.5 മണിക്കൂറുള്ള നാടകം ഞാൻ കണ്ടില്ല. ഈ അരമണിക്കൂറുള്ള നാടകത്തിനകത്ത് അവസാനം ആ സ്ത്രീ ഈ കുട്ടിയെ വിളിച്ചുകൊണ്ട് പോകാൻ, ബാക്കി കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല, കുറേ അധികം കാര്യങ്ങളുണ്ട്. പിന്നെ ഓക്കെ, ഈ അവസാനം ഈ സ്ത്രീ ആ അമ്മയോട് പറഞ്ഞിട്ട് പോകുന്ന ഒരു സെന്റൻസ് ഉണ്ട്. കുപ്പായം ഇട്ടാൽ അമ്മയാവില്ല, കുപ്പായം ഇട്ടിട്ട് കാര്യമില്ല, അതിന് അമ്മയാകണമെന്ന്. കുപ്പായമിട്ടവരെ ഞങ്ങളും എല്ലാ കഷായധാരികളെയും ഞങ്ങൾ അമ്മ എന്ന് വിളിക്കാറില്ല. ക്രിസ്തുവിന്റെ മൂല്യങ്ങളെ കൃത്യമായി ജീവിതത്തിൽ ഏറ്റുവാങ്ങി അനുസരണം, ബ്രഹ്മചര്യം, ദാരിദ്ര്യം എന്ന 3 വ്രതങ്ങൾ കൃത്യമായിട്ട് ആരുടെയും പരപ്രേരണ കൂടാതെ അനുഷ്ഠിച്ചുകൊണ്ട് സന്തോഷത്തോടുകൂടി ജീവിക്കുന്ന, മറ്റുള്ളവരുടെ ജീവിത പ്രശ്നങ്ങളുടെ ിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ മനസ്സ് കാണിക്കുന്ന, യഥാർത്ഥത്തിൽ അമ്മത്വം നഷ്ടപ്പെടാത്ത ബ്രഹ്മചര്യം ജീവിക്കുന്ന സമർപ്പിതരെ നോക്കി മാത്രമേ ഞങ്ങളും അക്ഷരം തെറ്റാതെ അമ്മ എന്ന് വിളിക്കൂ. അങ്ങനെ ഒരു അമ്മയായി തീരാനാണ് ഞങ്ങളുടെയൊക്കെ ആഗ്രഹം. അതിനു വേണ്ടിയിട്ടാണ് ഇവിടെ ഞങ്ങൾ വെയിലുകൊണ്ട് ഇത്രയും ദൂരം യാത്ര ചെയ്ത് ഞങ്ങൾ വന്നിരിക്കുന്നത്. പിന്നെ മറ്റൊരു കാര്യം, അവളോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് എത്ര വയസ്സായി? 17 വയസ്സ്. അപ്പൊ അതിനകത്തെ ഒരു മദർ കഥാപാത്രം പറയുന്നുണ്ട്, കാണാത്തത് കാണുന്നതും കേൾക്കാത്തത് കേൾക്കുന്നതുമായ ഒരു പ്രായമാണ് 17. പ്രിയപ്പെട്ട നാടകകൃത്തുക്കളെ, നിങ്ങൾ കാണാത്തത് കണ്ടെന്നും നിങ്ങൾ കേൾക്കാത്തത് കേട്ടെന്നും നിങ്ങൾ എഴുതിയുണ്ടാക്കിയ കഥയുടെ നിറം പിടിപ്പിച്ച് ഈ പറയുന്ന 17 പ്രായം, മധുര 17ന്റെ പ്രായം പുഷ്പം പോലെ കഴിഞ്ഞു പോകുന്നവരാണ് ഞങ്ങൾ. ഈ പറയുന്ന ഒരു മിന്നാമിനിങ്ങ് വെട്ടവും ഞങ്ങളുടെ വഴികളിൽ ഞങ്ങൾക്ക് പ്രതിബന്ധമായിട്ട് നിന്നിട്ടില്ല. നിങ്ങളോർക്കും മധുര 17 ആയാൽ എന്തൊക്കെയോ സംഭവിക്കും. ഒന്നും സംഭവിക്കില്ല. ദൈവം കൂടെയുള്ള ഒരുത്തന്റെ 17 അല്ല, 27 അല്ല, 57 അല്ല, എത്ര വയസ്സായാലും അവനൊന്നും സംഭവിക്കില്ല. പിന്നെ മറ്റൊരു കാര്യമാണ്, ചെറുപ്പത്തിലെ പിള്ളേരെ പിടിച്ചുകൊണ്ടുപോയി സന്യാസിനികളാക്കുന്നു. അപ്പോൾ ഒരു വളരെ നല്ല കാര്യങ്ങളാണ് കേട്ടോ. ഞങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് വിശദീകരണം നൽകാനായിട്ട് നിങ്ങൾ ഇത്രയും മനോഹരമായൊരു നാടകം എഴുതിയുണ്ടാക്കിയതിന് ഒരുപാട് നന്ദി. ഇതുവരെ വോയിസ് ഓഫ് നൺസിലൂടെയൊക്കെ ഞങ്ങൾ ഒരുപാട് പ്രതികരിച്ചിട്ടുണ്ട്. അപ്പോഴൊന്നും നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാകാത്തത് ഈ നാടകത്തിലൂടെ കാര്യങ്ങൾ എടുത്തു പറഞ്ഞപ്പോൾ കൃത്യമായിട്ട് എന്നെ കേൾക്കുന്നവർക്ക് മനസ്സിലാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞങ്ങൾ വോയിസ് ഓഫ് നൺസ് എന്ന സംഘടന അഭിമാനത്തോടു കൂടി പറയട്ടെ, കഴിഞ്ഞിടയ്ക്ക് കേട്ട ഒരു അലിഗേഷനാണ്, വോയിസ് ഓഫ് നൺസ് എന്നാണ് പറയുന്നതെങ്കിലും അതിലൂടെ പുരുഷന്മാരുടെ ശബ്ദമാണ് പുറത്തു വരുന്നത്. ഞാൻ കേരളത്തിലെ വോയിസ് ഓഫ് നൺസിന്റെ PRO ആയിട്ട് അവരെന്നെ ഇങ്ങോട്ട് അയച്ചപ്പോ നിങ്ങൾക്ക് എന്റെ തൊണ്ടക്കുഴി പരിശോധിക്കാം, ഒരു പുരുഷന്റെയും ശബ്ദമല്ല എന്റെ വായിലൂടെ പുറത്തു വരുന്നത്. ഇത്രയധികം പുരുഷന്മാർ എന്റെ പുറകിൽ ഇരിപ്പുണ്ടെങ്കിലും ആരും എനിക്ക് പ്രോംപ്റ്റ് ചെയ്തു തരുന്നില്ല. ഞാൻ ജീവിച്ച സന്യാസത്തെ കുറിച്ചാണ് ഞാൻ ഇവിടെ സംസാരിക്കുന്നത്. അതുകൊണ്ട് വോയിസ് ഓഫ് നൺസും KCBC ജാഗ്രതാ കമ്മീഷനും ഒന്നിച്ചു ചേർന്ന് ഇത്തരം എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും അതിനകത്ത് ഇടപെട്ടിരിക്കും. ഈ സന്യാസ ജീവിതത്തിന്റെ മഹത്വം മരണം വരെ ഞങ്ങൾ പ്രഘോഷിച്ചിരിക്കും എന്നുള്ളത് തീർച്ചയായിട്ടും ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. അതുപോലെ തന്നെ KCBCക്ക് ഒരു വാണിംഗ് നൽകിയിട്ടുണ്ട്. കക്കുകളി നാടകത്തിനെതിരെയുള്ള അതിരുകടന്ന വിമർശനം പ്രായോഗികമാണോ, യോജിച്ചതാണോ എന്ന് KCBC പരിശോധിക്കണം പോലും. തീർച്ചയായിട്ടും കഴിഞ്ഞ 2-3 ദിവസങ്ങളായി KCBC കൃത്യമായിട്ടും പരിശോധിച്ചതിന്റെ വെളിച്ചത്തിലാണ് ഇത്തരത്തിൽ അഭിവന്യ പിതാവിന്റെ നേതൃത്വത്തിൽ ഇങ്ങനെ ഒരു സാംസ്കാരിക നാട്ടിൽ തന്നെ, ഈ കളി നടന്ന ഈ നാട്ടിൽ തന്നെ ഇങ്ങനെ ഒരു പ്രതിഷേധ ജാഥ ഞങ്ങൾ പ്രകടിപ്പിച്ചതും ഞങ്ങളുടെ ഈ പറയുന്ന ഈ നാടകത്തോടുള്ള എതിർപ്പ് പറയല്ലേ അർഹിക്കുന്ന അവജ്ഞയോടെ പുച്ഛിച്ചു തള്ളുന്നു. അത്രയുമാണ് പറയാനുള്ളത്. ഈ നാടകത്തെ അർഹിക്കുന്ന അവജ്ഞയോടെ ഞങ്ങൾ പുച്ഛിച്ചു തള്ളുന്നു. അതിരുകടന്ന വിമർശനം പ്രായോഗികമാണോ, യോജിച്ചതാണോ എന്ന് ചോദിച്ച KCBCയോട് ചോദിച്ച നിങ്ങളോടും ഞങ്ങൾക്ക് ഇത് തന്നെ ചോദിക്കാനുള്ളൂ. അതിരുകടന്ന് ഒരാളുടെ ആവിഷ്കാര സ്വാതന്ത്ര്യം, മറ്റൊരാളുടെ ജീവിക്കാനുള്ള അവകാശത്തിന് മേൽ ഇത്രമാത്രം അതിരുകടന്നും കുതിര കയറിയും നിങ്ങൾ വരേണ്ട ആവശ്യമുണ്ടോ? അത് പ്രായോഗികമാണോ? ഇത് ഇന്ത്യ മഹാരാജ്യമാണ്. ഇവിടെ എല്ലാവർക്കും ഒരുപോലെ ജീവിക്കുവാൻ ഇക്വാലിറ്റി ബിഫോർ ലോ ആൻഡ് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ ആണ്. അത് അധികാരികളോടും കൂടിയാണ് ഇത് പറയുന്നത്. ഒരു സമൂഹത്തെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രശ്നത്തെയോ മാത്രം ഒരുപാട് വലിയ കാര്യമായി പരിഗണിക്കുകയും അവരുടെ പ്രശ്നങ്ങൾക്ക് ഉച്ചയ്ക്കുണ്ടായ പ്രശ്നത്തിന് വൈകുന്നേരമാകുമ്പോഴത്തേക്കും പരിഹാരം കാണുകയും ചെയ്യുന്ന സാംസ്കാരിക വിചക്ഷണന്മാരോടും മന്ത്രിമാരോടുമായി പറയുകയാണ്, ഇത് ഇന്ത്യയാണ്. ഇവിടെ എല്ലാവർക്കും ഒരുപോലെ ജീവിക്കാനുള്ള അവകാശമുണ്ട്. അത് നിങ്ങൾ ഹനിച്ചാലും കാലം നിങ്ങളോട് ചോദിക്കും.
പ്രിയപ്പെട്ടവരെ, ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒരുപാട് സ്നേഹവും കടപ്പാടും ഈ വെയിലത്ത് സമർപ്പിതരോടുള്ള ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ, അവരോടുള്ള സ്നേഹം കാണിക്കാൻ നിങ്ങൾ വന്നു ചേർന്നതിന്, എന്നെ ക്ഷണിച്ചതിന് ബഹുമാനപ്പെട്ട CRIയോടും ഏറെ സ്നേഹത്തോടെ അഭിമന്യ ടോണി പിതാവിനോടും നന്ദി പറയുന്നു. ഇനിയും ഞങ്ങൾ ജീവിക്കും. മരണം വരെ ഈ ഉടുപ്പിന്റെ എല്ലാ പവിത്രതയും കാത്തുപാലിച്ച് അഭിമാനത്തോടെ, നെഞ്ചുറപ്പോടെ, ചങ്കൂറ്റത്തോടെ ഞങ്ങൾ ജീവിക്കുമെന്ന് ഉറക്കെ ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.